ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ജിൻസ. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ലാക്മിയുടെ നോർമൽ ആയിട്ടുള്ള ഐലൈനറുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇൻസ്റ്റ ഐലൈനർ ആണ്. ഇത് യൂസ് ചെയ്യാത്തവർ വളരെ വിരളമായിരിക്കും. മിക്കവരും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ ആയി വാങ്ങിക്കുന്ന ലിപ്സ്റ്റിക് ആയിരിക്കും ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് ഞാൻ പറഞ്ഞതല്ലേ, സോറി, ഈ ഒരു ഐലൈനർ എന്ന് പറയുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ലോക്കലായിട്ട് നമ്മൾ സാധാരണ കടയിലൊക്കെ അന്നൊന്നും ബ്രാൻഡ് പറഞ്ഞ് വാങ്ങിക്കാനൊന്നും അറിയത്തില്ല. സോ ഐലൈനർ എന്ന് പറയും, അവർ ഏതെങ്കിലും ഒരു ഐലൈനർ എടുത്തു തരും, അതങ്ങ് യൂസ് ചെയ്യും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇങ്ങനെ ബ്രാൻഡുകളുടെയും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐലൈനർ ആണ് ലാക്മിയുടെ ഇൻസ്റ്റ ഐലൈനർ വാട്ടർ റെസിസ്റ്റന്റ് ഐലൈനർ എന്ന് പറയുന്ന ഈ ഒരു ബ്ലാക്ക് ഐലൈനർ കുപ്പി. അപ്പൊ ഇത് സാധാരണ ഷോപ്പുകളിലും ഓൺലൈനിലും എല്ലാം അവൈലബിൾ ആയിട്ടാണ്. ഇത് യൂസ് ചെയ്യാത്തവർ ആരും ഉണ്ടാവില്ല, മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഒരു ഐലൈനർ ആണ് ലാക്മിയുടെ ഐലൈനർ എന്ന് പറയുന്നത്. 100 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇറ്റ് ഡിപ്പെൻസ് ആണ്. ഓഫർ ടൈമിൽ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഓഫർ ഇല്ലാത്ത സമയത്ത് 100-നും 150-നും ഇടയിലാണ് ഇതിന്റെ ഒരു കുപ്പിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ലാക്മിയുടെ നല്ല ബ്രാൻഡിന്റെ ഐലൈനർ ആണിത്. അപ്പോൾ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 9 ml ആണ് ഇതിന്റെ വോളിയം വരുന്നത്. പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ സി ബാർകോഡ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ബാർകോഡ് എൻ്റെ മിസ്സായിപ്പോയി. ഞാൻ കുറെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ശരി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചതാണ്. ഇതിന്റെ പല ഷെയ്ഡുകൾ പിന്നീട് അവർ ലോഞ്ച് ചെയ്തു. ആദ്യം ഈ ഒരു ബ്ലാക്ക് മാത്രമായിരുന്നു അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് ഐലൈനറിൽ. പിന്നെ അതിനുശേഷം ഇവർ പല ഷെയ്ഡുകളും ലോഞ്ച് ചെയ്തു. അപ്പൊ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. എനിക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. ഈ ബ്ലൂ ഷെയ്ഡ് അല്ലാതെ ഇവരുടെ ഗ്രീനും അതുപോലെ തന്നെ ഗോൾഡൻ കളറും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി നല്ല അടിച്ച കളർ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂ തന്നെ വാങ്ങിച്ചത്. ഗ്രീൻ ഉണ്ടെങ്കിലും അത്രയും ഒരു അടിച്ച കളറല്ല ഗ്രീൻ എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കണ്ണിൽ എഴുതുമ്പോൾ അത്രയും നല്ല ഫെയർ ആയിട്ടുള്ള അവർ കാണാതെ നല്ലതുപോലെ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് കാണുക. എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ബ്ലൂ ഒക്കെ വരച്ചാണ് എന്റെ കണ്ണിന് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ വാങ്ങിച്ചത്. ഇതിന്റെ ഗോൾഡൻ കളർ അവൈലബിൾ ആണ്. ഗോൾഡനും അത്ര ഒരു എടുത്തു നിൽക്കുന്ന ഒരു കളറല്ല, അത്രയൊരു ഡാർക്ക് ഷെയ്ഡ് അല്ല. സോ നിങ്ങൾക്ക് നൈറ്റ് ഫങ്ഷൻസിനും മറ്റും പോകാനാണെങ്കിൽ ഒരു ഷിമറി ഷെയ്ഡിന് പറ്റിയ ഒരു കളറാണ് ഗോൾഡ്. ഇതിന്റെ തന്നെ ഗോൾഡ് ഷെയ്ഡ് അവൈലബിൾ ആണ്. അപ്പം നല്ലപോലെ ഉദിച്ചു നിൽക്കണമെന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഐ പ്രിഫർ ബ്ലൂ ഷെയ്ഡ്. അല്ല കുറച്ച് സിമ്പിൾ ആണ്, എലഗന്റ് ആണ്, ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ ഷെയ്ഡ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും അല്ലാതെ ഒരു മിഡിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഗ്രീൻ ട്രൈ ചെയ്യാം. ഇതൊന്നും ഇഷ്ടമല്ല, എനിക്ക് കളർ അടിക്കുന്നതേ ഇഷ്ടമല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് തന്നെ പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 100-നും 150-നും ഇടയിലാണ് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഏകദേശം കഴിയാനായി, അതുകൊണ്ട് പറയാലോ. ഇതിന്റെ എത്രാമത്തെ സ്റ്റോക്കാന്ന് പറയാൻ പറ്റില്ല. അത്രയും തവണ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു അടിപൊളി ഐലൈനർ ആണ്, ലിപ്സ്റ്റിക് തന്നെയാണ് എനിക്ക് വരുന്നത്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു അപ്ലിക്കേറ്റർ വരുന്നത്. നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള കട്ടിയുള്ള ഒരു ബ്രഷാണ് അവർ കൊടുത്തിരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് ഇത് വരച്ച് കണ്ണുമ്മ നല്ല പോലെ വരയ്ക്കാൻ പറ്റും. ഐലൈനർ കൊണ്ട് നിങ്ങൾക്ക് കണ്ണ് എഴുതാനും കാജൽ പോലെ യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അത് കുറച്ച് എക്സ്പെരിമെന്റൽ ആണ്, കുറച്ച് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. പക്ഷെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഐലൈനറായി തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ ബ്ലൂവിന്റെ അപ്ലിക്കേറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അപ്ലിക്കേറ്റർ ആണ്. നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ആയി പോകുന്ന രീതിയിലുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബ്രഷ് തന്നെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഞാനിത് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെയാണ് ഇത് സ്വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ, നമ്മൾ ഉജാല ബ്ലൂ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണുന്നുണ്ടോ. നല്ല അടിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഐലൈനർ ആയിട്ടും കാജലായിട്ടും ഒക്കെ വരച്ച് നോക്കാവുന്നതാണ്. വിങ്സ് ലൈനും
ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐലൈനർ ആണ്. പിന്നെ ഇതിൽ ഇവര് വാട്ടർ റെസിസ്റ്റന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാലോ, ഇത് വാട്ടർ റെസിസ്റ്റന്റ് ഒന്നുമല്ല. നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് മുഖം കഴുകുകയൊക്കെ ആണെങ്കിൽ ഇത് മാഞ്ഞു പോകുന്നതായിരിക്കും. പിന്നെ ഇത് സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ സ്മഡ്ജ് പ്രൂഫ് അല്ല. ഇത് നല്ലതുപോലെ സ്പ്രെഡ് ആവും. പക്ഷെ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു വെറ്റ്നെസ് ഒക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നിങ്ങൾ കരയാനോ അല്ലെങ്കിൽ മുഖം കഴുകാനോ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ള് പാണ്ട് പിടിച്ച പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അല്ല, നിങ്ങൾ കണ്ണിൽ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തു, ഓഫീസിൽ പോയി, നമ്മൾ ചായയൊക്കെ കുടിച്ചു, ഫുഡൊക്കെ കഴിച്ചു, അപ്പൊ കണ്ണിന് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോ മേക്കപ്പ് ആണെങ്കിലും നമ്മളൊരു കോമ്പാക്ട് വെച്ച് ഫേസ് അല്ലേ ടച്ചപ്പ് ചെയ്യുന്നുള്ളൂ, കണ്ണുമ്മ വലിയ കളിയൊന്നും നമ്മൾ കളിക്കുന്നില്ല. സോ അതുപോലെ തന്നെ നിങ്ങൾ കണ്ണുമ്മ അധികം ടച്ചപ്പ് ഒന്നും ചെയ്യാതെ നിങ്ങൾ മുഖം കഴുകുക ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഈവനിങ് വരെ ഒരു 6 to 8 hours വരെ നിൽക്കുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ മുഖം കഴുകി അല്ലെങ്കിൽ വെറ്റ് വൈപ്പ് വെച്ച് തുടക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഡ്രൈ വൈപ്പ് വെച്ചിട്ട് തന്നെ തുടക്കുകയോ മുഖം കഴുകുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ പരന്നാകെ ആകുന്നതായിരിക്കും. ഇത് വാട്ടർ റെസിസ്റ്റന്റ് ഒന്നും അല്ല. ഇതിൽ വാട്ടർ റെസിസ്റ്റന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് വാട്ടർ റെസിസ്റ്റന്റ് അല്ല. പക്ഷെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഐലൈനർ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐലൈനർ തന്നെയാണ് ഈ ഒരു ലാക്മീന്റെ ഇൻസ്റ്റ ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐലൈനർ. നല്ല അഫോർഡബിൾ റേഞ്ച് ആണ്, നല്ല ബ്രാൻഡിന്റെ ആണ്. അപ്പം പല ലോക്കൽ ബ്രാൻഡുകൾ അല്ലെങ്കിൽ കണ്ണി കണ്ട സാധനങ്ങൾ വാങ്ങിച്ച് കണ്ണിലും മൂക്കിലൊക്കെ തേക്കുന്നതിനെക്കാട്ടും നല്ലതാണ് കുറച്ചും കൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് അതിന്റെ ക്വാളിറ്റിയിൽ അവർ കോംപ്രമൈസ് ചെയ്യില്ലെന്ന് വിശ്വസിക്കാം. അപ്പൊ അതുകൊണ്ട് ട്രൈ ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ പല ഷോപ്പുകളിലും ഓൺലൈനായി തന്നെ വാങ്ങിക്കണമെന്നില്ല. പലർക്കും ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഓൺലൈൻ അക്കൗണ്ടുകൾ ഇല്ല, ഷോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് നോർമൽ ഷോപ്പുകളിൽ, സാധാരണ ഒരു കോസ്മെറ്റിക് ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് സാധാരണ ഒരു ഷോപ്പിൽ പോയിട്ട് ലാക്മീന്റെ ഐലൈനർ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഇപ്പൊ കിട്ടുന്നതാണ്. പിന്നെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ ബ്ലൂ ഷെയ്ഡ് യൂസ് ചെയ്യും. അല്ല നോർമൽ ആയിട്ട് ഓഫീസിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ സാധാരണ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ബ്ലാക്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യാറ്. ഇതിന്റെ ഗ്രീനും ഗോൾഡൻ ഷെയ്ഡും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതും ട്രൈ ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. അതിന്റെ പറ്റുവാണെങ്കിൽ ഞാനൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ വീഡിയോ വേണമെന്നുള്ളത് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.